ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഉപ്പും കുരുമുളകും മഞ്ഞളും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല വെന്തുടയാൻ പാടില്ല, പകുതി കുക്കാവാനേ പാടുള്ളൂ. അതിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ വെക്കുക. അതിൽ നിന്ന് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. അച്ചാറിന് എത്ര എണ്ണയാണ് ആവശ്യമായ എണ്ണ ഇതിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ബീഫ് അതിൻ്റെ വെള്ളം ഇല്ലാതെ ബീഫ് മാത്രം കോരിയിട്ട് എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് നല്ലെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബീഫിൻ്റെ വെള്ളം നമുക്ക് അച്ചാറിൽ തന്നെ ഒഴിക്കാൻ വേണ്ട ആവശ്യമുണ്ട്. അത് അവിടെ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ടൊമാറ്റോ എടുക്കുക. ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക്, 3 ടീസ്പൂൺ അച്ചാർ പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കാശ്മീരി മുളക് കൂട്ടോ മറ്റേ മുളക് കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ബീഫിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ സെയിം എണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 3-4 വറ്റൽമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കടുക് വറുക്കാം. ഇതൊന്ന് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3-4 ടീസ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗാർലിക് എത്ര ഇടുന്ന അത്രയും അച്ചാറിന് ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ സുർക്കം കൂടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അച്ചാർ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ബീഫ് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കുറേ കാലമൊന്നും എടുത്ത് വെക്കാതിരിക്കുന്നതായിട്ട് നല്ലത്. പിന്നെ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ ശ്രമിക്കുക. കുറച്ച് കാലം എടുത്ത് വെക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതിന് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാലം ഒന്നും എടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു. അസ്സലാമു അലൈക്കും.